ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറേ ദിവസമായിട്ട് വാങ്ങണം എന്ന് വിചാരിച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെ കുറച്ച് മുന്നേ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിന്, പക്ഷേ കിട്ടാനായിട്ട് വൈകി. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിനി ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അത് കിട്ടിയിട്ട് വേണം ഒന്ന് മേക്ക് ഓവർ ചെയ്യാനെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിനി. അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിനി. അന്ന് ഞാൻ ഓർഡർ ചെയ്ത സാധനങ്ങളൊക്കെ ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത്. ഇൻഷാ അല്ലാഹ് ഇതൊക്കെ വെച്ചിട്ട് ഒരു നല്ലൊരു മേക്ക് ഓവർ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ലിങ്കോ കാര്യങ്ങളൊന്നും എനിക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല, കാരണം ഞാനിത് ഇവിടെ നിന്ന് ഓർഡർ ചെയ്തതാണ്. അതായത് ഇപ്പം നാട്ടിൽ നമുക്ക് ഇത് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഇത് ഷെയ്ൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പിൽ നിന്ന് ഓർഡർ ചെയ്താൽ കേട്ടോ. ഞാൻ ഇവിടെ നിന്ന് വാങ്ങിയ സാധനങ്ങളും പാടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട് കാണിക്കണം എന്ന് കരുതിയിട്ടുണ്ടായിരുന്നു, പക്ഷേ വീഡിയോ എടുത്ത് കഴിഞ്ഞാലാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പം ഞാൻ പിന്നെ കരുതി ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇൻക്ലൂഡ് ആക്കാൻ പറ്റൂലല്ലോ, രണ്ടാമത് പിന്നെയും വീഡിയോ എടുക്കേണ്ടി വരും. അപ്പോൾ ഞാൻ കരുതി ഇനി മേക്ക് ഓവർ ചെയ്യുമല്ലോ, അപ്പം പിന്നെ എല്ലാം ഒരുമിച്ച് വെച്ചിട്ട് അങ്ങനെ കാണിക്കാമെന്ന് കരുതി. ഇത് വന്നിട്ട് സ്റ്റാമ്പാണ് കേട്ടോ. അതായത് ഒരു ലീഫും ഫ്ലവറൊക്കെ ഒരുമിച്ചില്ല, അങ്ങനത്തെ ഒരു ഇതിൽ വരുന്നത്. പിന്നെ ഇത് ഞാൻ നാട്ടിൽ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ നാട്ടിൽ ഷോപ്പിലൊന്നുമില്ല. ഈ ഇൻസ്റ്റഗ്രാമിൽ ചില പേജുകളിലൊക്കെ ഉണ്ടായിനി, പക്ഷെ ചോദിച്ചപ്പോൾ ഭയങ്കര റേറ്റ് ഉണ്ടായിനി. പിന്നെ ഇതിൽ ഞാൻ കുറച്ച് കുറവ് കണ്ടപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ അടുത്തത് ഈ ഒരു മിനി ബുക്കാണ് കേട്ടോ. അതായത് ഒരു ആൽബം പോലെ നമുക്ക് ഫോട്ടോസ് ആയാലും ഓരോ മെമ്മറീസ് ആയിട്ടുള്ള അങ്ങനത്തെ ഓരോ ഫോട്ടോസൊക്കെ നമുക്ക് സേവ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. നല്ല ക്വാളിറ്റിയും കാര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ കരുതി കുറച്ച് പേജസൊക്കെ ഉണ്ടാവുള്ളൂ എന്ന്, പക്ഷേ ഇതിൽ കുറച്ച് അധികം പേജുകളുണ്ട്. ഞാനിത് നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാമെന്ന് കരുതിയിട്ട് അത് ആ സെയിം കവറിൽ തന്നെ ആക്കിയിട്ട് അങ്ങനെ എല്ലാം ശരിയാക്കിയിട്ട് ഞാൻ ഇവിടെ വെക്കണത്. ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് കരുതിയത് വാഷി ടേപ്പ് ആയിരിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കിയപ്പോഴാണ് ആ ഓരോ പിക്ചർ കാണുന്നതും ഓരോരോ സ്റ്റിക്കറുകളാണ് കേട്ടോ. അത് ഒരു 500ഓളം സ്റ്റിക്കറുകളുണ്ട് ആ ഒരു റോളിൽ. പിന്നെ അടുത്തതെന്ന് പറയുന്നത് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ. ഞാനിത് കുറേ അന്വേഷിച്ചിട്ടുണ്ട്, പക്ഷേ എനിക്കിത് ഇവിടുന്ന് നാട്ടിൽ നിന്ന് കിട്ടണതായിട്ടൊന്നും കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുമില്ല, ഓരോ പേജിൽ നോക്കിയിട്ടൊന്നും അങ്ങനെ അധികം എനിക്ക് കിട്ടിയിട്ടില്ല. ഇനി ഉണ്ടോ അറിയില്ല കേട്ടോ. പക്ഷെ ഇങ്ങനെ പുറത്തുള്ള ഓരോ കൊറിയൻ ജാപ്പനീസ് അങ്ങനത്തെ ഓരോ വീഡിയോയിലൊക്കെ കാണുമ്പോൾ എല്ലാം പിൻട്രസ്റ്റിലായാലും ഫുള്ള് എന്ത് എസ്തെറ്റിക്കുള്ള സംഭവമാണെങ്കിലും ഈ ഒരു പെൻ ഹോൾഡർ ഉണ്ടാവും കേട്ടോ അതിൽ. ഈ ഒരു സംഭവം കണ്ടപ്പോൾ ഞാൻ തന്നെ നെട്ടിട്ടോ, ഇതിപ്പോൾ എന്താ വിചാരിച്ചേ. പിന്നെയാണ് മനസ്സിലായത്, ഞാനൊരു സംഭവം കൂടെ അതിൽ ആഡ് ആക്കിയിട്ടുണ്ടായിനി. അതിൻ്റെ ഒരു പിക്ചർ ഞാൻ സൈഡിലാക്കിയിട്ട് കാണിക്കട്ടോ. അതായത് ഇങ്ങനെ ഒരു ഹാങ് ചെയ്തിരുന്ന ഒരു ഹോൾഡറാണ്. നമുക്ക് പുസ്തകമായാലും അങ്ങനെ എന്ത് സംഭവങ്ങളാണെങ്കിലും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാം. പക്ഷെ ഞാൻ ഫോട്ടോയിൽ കണ്ടപ്പം കുറച്ച് നല്ലതാണെന്നാണ് തോന്നിയത്. കയ്യിൽ കിട്ടിയപ്പോൾ ഇതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് വെച്ചാൽ ഈ ഒരു ഈ പോളിസ്റ്ററൊക്കെ ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു സംഭവം കേട്ടോ. കുഴപ്പമൊന്നുമില്ല, പക്ഷെ എന്നാലും എനിക്ക് എന്തോ പോലെ, എന്നാലും സെറ്റാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറേ ദിവസമായില്ല നമ്മൾ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ എടുത്തിട്ട്, അതിൻ്റേതായിരിക്കാം. പിന്നെ അടുത്തത് ഈ ഒരു വൈറ്റിൽ വരുന്ന ഈ ഒരു കത്രികയാണ്. ഇത് ഞാൻ വാങ്ങണമെന്നൊന്നും കരുതിയിട്ടില്ല. ഇനി പിന്നെ അതിലിങ്ങനെ കണ്ടപ്പോൾ കുറച്ചൊരു എസ്തെറ്റിക്കായിട്ട് തോന്നിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ്. വാങ്ങിച്ചപ്പോഴാണെങ്കിലോ ഞാനത് 2 വട്ടം ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ സംഭവം എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത് 2 ഉണ്ടെന്ന്. അതങ്ങനെയാണല്ലോ, ചില നേരത്ത് എത്ര അന്തല്ലോലാണെങ്കിലും തീരെ അന്തല്ലാത്തോല പോലെ കയറും. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അടുത്തേക്ക് പോകാം. ഈ ഒരു സംഭവമാണ്. ഈ ഒരു സംഭവം എനിക്ക് എന്താണെന്ന് ഫസ്റ്റ് മനസ്സിലായിട്ടില്ല. ഇനി ഞാനിതിങ്ങനെ കണ്ടപ്പോൾ കുറച്ച് പൈസയും കുറവായിട്ട് തോന്നി, അങ്ങനെ വാങ്ങിച്ചതാണ്. പിന്നെ ഞാൻ ഇന്നലെ ഇട്ട പിൻട്രസ്റ്റ് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പോഴാണ് ഇങ്ങനെ കണ്ടത്. അതായത് ക്യാൻഡിലൊക്കെ വെച്ചാണുള്ളത്. അപ്പോൾ കരുതി വാങ്ങിച്ചത് ഏതായാലും ഉപകാരപ്പെട്ടു. ഇത് പിന്നെ ഞാൻ പറയേണ്ടി വരില്ലല്ലോ. ഇത് പിന്നെ ഏകദേശം എല്ലാവർക്കും അറിയാം, എല്ലാവരുടെ കയ്യിലും ഉണ്ട്. എൻ്റെ കയ്യിൽ മാത്രമല്ല, എനിക്ക് മാത്രം എപ്പോഴാണ് കിട്ടണത്. അപ്പോൾ അതിൻ്റെ സന്തോഷം വേറെ. ഇത് പിന്നെ ഇങ്ങനെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ളൊരു കവറല്ല, ആ ഒരു 2 സൈഡിൽ ഇങ്ങനെ അതാട്ടോ വരുന്നത്. ഏതായാലും നല്ല അടിപൊളിയായി, എനിക്ക് നല്ല ഇഷ്ടമായി. ഇനി ഇതിലുള്ള ചാനലുകളൊക്കെ വരും, അപ്പോൾ എല്ലാവരും കാണുക.
ഇതെന്താന്ന് വെച്ചാൽ എന്താ പേപ്പർ കട്ടറാണ്. അതായത് നമ്മൾ കോർണർ ഇങ്ങനെ കട്ട് ചെയ്യുമല്ലോ റൗണ്ടിലായിട്ട്. അപ്പോൾ ഇത് ഞാൻ എന്താ നാട്ടിൽ നോക്കിയപ്പോൾ 300 സംതിങ് അറ്റേ വരുന്നുണ്ട്. ഇവിടെ പിന്നെ ഇതിനെത്ര 2 റിയാലറ്റേ വരുന്നിട്ടുള്ളൂ. അത്യാവശ്യം നാട്ടിലേറെ കുറവ് എനിക്ക് ഇവിടെ ആയിട്ട് തോന്നിയിട്ടോ. അപ്പം അങ്ങനെ ഞാൻ അങ്ങനെ വാങ്ങിച്ചു. ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചാണ്ടൊക്കെ വാങ്ങിച്ചതാണ്. ഈ വലിച്ച് പൊളിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് വാഷി ടേപ്പാണ് കേട്ടത്. അതായത് നമ്മൾ എന്താ ഗ്രിഡിൽ വരുന്ന പല കളറിലായിട്ട് വരുന്നുണ്ട് കേട്ടോ. അതായത് ഗ്രിഡ് ലൈൻ ഉണ്ടല്ലോ അതാണ്. അപ്പോൾ ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. ഇതും ഞാൻ വാങ്ങണമെന്ന് വിചാരിച്ചാണ്ട് തന്നെ വാങ്ങിച്ച സംഭവമാണ്. ഇന്ത്യയിൽ പിന്നെ ഈ വാഷി ടേപ്പൊന്നും അധികമല്ല, കുറച്ചൊക്കെ ഉള്ളൂ. പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ കളക്ട് ചെയ്ത് വെക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ ഇത് നമ്മളിങ്ങനെ നമുക്ക് എന്തെങ്കിലും കലണ്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഒന്ന് സ്റ്റാൻഡ് ചെയ്ത് വെക്കാൻ പറ്റണം ഇങ്ങനത്തെ ഒരു ഹോൾഡർ. സംഭവം ക്യൂട്ടാണ് കേട്ടോ, വിൻറ്റേജാണ്. ഞാൻ അങ്ങനെ ആ ഒരു ലുക്ക് തോന്നിയപ്പം അങ്ങനെ വാങ്ങിച്ചതാണ്. എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ സൈഡിലൊക്കെ ഇങ്ങനെ വെക്കാലോ കരുതിയിട്ട്. ഇത് യൂണിഫോമിൻ്റെ ശീലേ അതോ കള്ളിത്തോണിയോ ഒന്നല്ല. ചിലപ്പോൾ നിങ്ങൾ അങ്ങനെ വിചാരിക്കും. അതൊന്നുമല്ല, ഇത് ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടുകൊണ്ട് വാങ്ങിച്ചതാട്ടോ. അതിലിങ്ങനെ ഈ എസ്തെറ്റിക് ആയിട്ടുള്ള ഈ റൂമിലൊക്കെ കണ്ടിട്ടുണ്ട്, ടാബിൽ ഇങ്ങനെ ഇതേപോലത്തെ ഇങ്ങനെ വിരിക്കണത്. അപ്പോൾ അതങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചു. പിന്നെ ഇതാണ് നമ്മളെ ക്യൂട്ടായിട്ടുള്ളൊരു കപ്പാണ്. ഇത് എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് പിന്നെ ഒരു സ്റ്റോറേജ് ബോക്സാണ്. ഇത് പിന്നെ എൻ്റെ കയ്യിൽ ഉണ്ടായിനി ഒരു 2 ഉണ്ട്, ഒരു യെല്ലോ തീമിൽ വരുന്നത്. അപ്പോൾ അതങ്ങനെ ഒരു ബ്ലൂവോ ഗ്രീനോ വേണമെന്നുണ്ടായിനി. അപ്പോൾ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചത് തന്നെ കിട്ടി. ഇത് നമ്മൾ ജേണലൊക്കെ ചെയ്യാൻ പറ്റണ ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്റ്റിക്കർ ഉണ്ടല്ലോ, അതാണ്. ഫുള്ള് ഫ്ലവറിൻ്റെ അതിലായിട്ട് വരുന്നത്. എന്താ ഡെയ്സി ഫ്ലവറോ അങ്ങനെ എന്തോ തോന്നണം കേട്ടോ, എനിക്കെന്താ ശരിക്കറിയില്ല. ഇതോ എൻ്റെ ഒരു ലിസ്റ്റിലുള്ള ഒരു സംഭവം. ഇനി ഇത് ഞാൻ കാത്തിരുന്ന് കിട്ടിയൊരു സാധനമാണ് കേട്ടോ. ഇതാണ് ഈ ക്രാഫ്റ്റിൻ്റെ ഇതൊക്കെ തുടങ്ങി അന്ന് തന്നെ വാങ്ങണമെന്ന് വിചാരിച്ചതേനി. പക്ഷേ ഇതിന് കുറച്ച് എക്സ്പെൻസീവ് ആയതുകൊണ്ട് എനിക്കങ്ങനെ വാങ്ങാൻ കഴിഞ്ഞില്ല. ഏതായാലും അൽഹംദുലില്ലാ ഇപ്പം കിട്ടി. അങ്ങനെ അതും കുത്തി മടക്കി അതിൻ്റെ ഉള്ളിൽ തന്നെ ആക്കിയിട്ട് ഒരു മൂലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. പിന്നെ ഇത് പല്ലേക്കല്ലതല്ല കേട്ടോ, ഇത് നമ്മൾ സ്റ്റെൻസിലിന് വേണ്ടിയിട്ടല്ല വാങ്ങിച്ചതാ. അത് എൻ്റെ ആരുമല്ല, ആ കാണുന്ന ഒരു വൈറ്റ് സംഭവം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. നമ്മൾ ഈ ജേണലൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ പുസ്തകത്തിൽ ഇങ്ങനെ ആ ഒരു സംഭവം വെച്ചിട്ട് കുറച്ച് എന്തൊക്കെയോ എന്താ പറയുക, ഈ ബ്ലഷ് ചെയ്യണ ആ പൊടിയൊക്കെ ഉണ്ടല്ലോ ആട്ടിട്ട് ഇങ്ങനെ വരുതാണ്. അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. സ്റ്റെൻസിൽ തന്നെ പറയാൻ തോന്നണം കേട്ടോ, എനിക്കറിയില്ല എന്താ ശരിക്കുന്നത്. ഇത് പിന്നെ ഒരു ചെറിയ കോയിൻ പൗച്ചാണ്. ഇതിങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ ഇഷ്ടമായി. ഇതിൻ്റെ പല ഇതുണ്ട് കേട്ടോ, ഈ ഒരു കുക്കീസിൻ്റെ ആയിട്ട് അങ്ങനത്തെ പല സംഭവങ്ങളുടെ ആയിട്ടുള്ള അങ്ങനത്തെ പൗച്ചുണ്ട്. അതിൽ എനിക്ക് കണ്ടപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഇതാണ്. അപ്പം അങ്ങനെ അതൊന്ന് വാങ്ങിച്ച്. ഇത് പിന്നെ ഒരു സ്റ്റാൻഡാണ്. ഇത് കിട്ടിയപ്പോൾ തന്നെ അങ്ങനെ ഇങ്ങനെയും കണ്ടം മുറിഞ്ഞാണ്ട തന്നെ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് സെറ്റാക്കി എടുക്കണം. അതായത് നമുക്ക് എല്ലാം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റാൻഡ്. എല്ലാവരും ടേബിൾ മേലും ഈ ഒരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ട്. ഈ ഒരു മോഡലല്ല, ഈ ഒരു മോഡൽ ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഇന്ത്യയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പിൻട്രസ്റ്റിലും കണ്ടിരിക്കണം കേട്ടോ. പിൻട്രസ്റ്റിൽ ഞാൻ അങ്ങനെ അന്ന് കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് ഇതിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചത്. അപ്പോൾ ഒരു വെറൈറ്റി ആവുമല്ലോ എന്നും കരുതി. പിന്നെ ഞാൻ അത് വാങ്ങിച്ചപ്പം കരുതി ഇനിയിപ്പോൾ ഈ പൊട്ടണ സൈസ് ഒരു പ്ലാസ്റ്റിക് ഉണ്ടല്ലോ അത് ഇക്കാരം കരുതിട്ടോ. പക്ഷെ കിട്ടിയപ്പോൾ കുറച്ച് നല്ല സ്ട്രോങ് ആട്ടോ സംഭവം, പെട്ടെന്നൊന്നും പൊട്ടണ സൈസല്ല കണ്ടിട്ട്. പിന്നെ നെക്സ്റ്റ് ഇതൊരു ലീഫാണ്. ഇത് ഞാൻ ഇങ്ങനെ ഒരു ബൗളിലൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ സൈഡിലൊക്കെ വെക്കുമ്പോൾ ഒരു ലുക്കിലേക്ക് കാണാൻ അങ്ങനെ വിചാരിച്ച് വാങ്ങിയതാണ്. ഈ ഒരു ലാമ്പ് പിന്നെ കഴിഞ്ഞ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇത് നല്ല രസമാണ് സംഭവം. എന്താ നമ്മൾ നൈറ്റൊക്കെ ഇങ്ങനെ വെക്കുമ്പോൾ നല്ല ഈ റൂം ഫുള്ളൊരു മഞ്ഞ ലൈറ്റായിട്ടേക്കാരം. സംഭവം ചെറുതാണെങ്കിലും ഇതിന് വരുന്ന ലൈറ്റ് ഭയങ്കര പവറാട്ടോ. ഇങ്ങനെ വെളിച്ചത്തിൽ നിന്ന് കാണുമ്പോഴാണ് അത്രയ്ക്കൊരു കമ്മില്ല പോലെ തോന്നുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുമ്പോൾ ബൈ.